ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് സൈക്കിൾ, ഒരു പ്രോസസ്സറിൻ്റെ ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് സൈക്കിൾ അത് ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം, ഇത് എസ് എ ആയിട്ടും ചോദിക്കാം. രണ്ട് രീതിയിൽ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ എന്താണ് ഫെച്ച്? ഫെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഡേറ്റ എടുക്കുന്ന പ്രോസസ്സാണ് ഫെച്ച്. എന്താണോ നമ്മുടെ കമാൻഡ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതിനെ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ തിരിച്ച് മെമ്മറിയിലേക്ക് കൊടുക്കും. അതുകൊണ്ട് ഇതിനെ സൈക്ലിക് എന്ന് വിളിക്കുന്നത്. മെമ്മറിയിൽ നിന്നെടുത്ത് മെമ്മറിയിലേക്ക് നമ്മൾ ഡേറ്റ തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഫെച്ച് എക്സിക്യൂട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഫിഗർ വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. എസ് എ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ, ഷോർട്ട് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ എന്താ ഓപ്പറേഷൻസ് എന്ന് മാത്രം റൈറ്റപ്പ് ചെയ്തിരുന്നാൽ മതി. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് പറയുക. പിന്നെ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് ഓൾറെഡി നമ്മൾ കുറേ ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, അതെല്ലാം ചോദിക്കും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്സിനകത്ത് ലാൻ, വാൻ, മാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. പിന്നെ ലിനക്സ് കമാൻഡ്സ് ഓൾറെഡി നിങ്ങൾ ലാബിൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയതാണ്. 5 കമാൻഡ്സും അതിൻ്റെ യൂസേജും പഠിച്ചു വെച്ചിരിക്കണം. 8 എണ്ണം വരെ പഠിച്ചിരിക്കുക. എസ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റർ സോഫ്റ്റ്വെയർ. സിസ്റ്റർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസിനെയാണ് സിസ്റ്റർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണമെങ്കിൽ സിസ്റ്റർ സോഫ്റ്റ്വെയർ എക്സാമ്പിളാണ് ഒരു കമ്പൈലർ എന്ന് പറയുന്നത്. കമ്പൈലർ എന്താ ചെയ്യുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്ന ആളാണ് കമ്പൈലർ എന്ന് പറയുന്നത്, അല്ലേ? ഒരു ട്രാൻസ്ലേറ്റർ ആണ്. ഇതൊരു കമ്പൈലർ വർക്ക് ചെയ്യും, അല്ലേ? കമ്പൈലർ എന്ത് ചെയ്യും? ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റും. അതേപോലെ സെയിം പ്രോസസ്സ് തന്നെയാണ് അസംബ്ലർ ചെയ്യുന്നത്. അസംബ്ലർ ഒരു സിസ്റ്റർ സോഫ്റ്റ്വെയർ എക്സാമ്പിളാണ്. അസംബ്ലർ ചെയ്യുന്നത് എന്താണ്? ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആക്കും. ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആക്കും. ഏത് ലാംഗ്വേജിനെയാണ്? അസംബ്ലി ലാംഗ്വേജിനെ. ഏത് ലാംഗ്വേജിനെയാണ്? അസംബ്ലി ലാംഗ്വേജിനെ. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ അസംബ്ലർ എന്താക്കി മാറ്റും? ലോ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റും. ഇങ്ങനെ 1-2 എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എഴുതുക. ദെൻ പിയർ ടു പിയർ നെറ്റ്വർക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പിയർ ടു പിയറും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്മോൾ നെറ്റ്വർക്കിലൊക്കെയാണ് ആര് വർക്കൗട്ട് ആവുന്നത്? പിയർ ടു പിയർ നെറ്റ്വർക്ക് വർക്കാണ്. വെച്ചാൽ ഡിവൈസസ് തമ്മിൽ ഡയറക്റ്റ് കണക്ഷനാണ്. അവിടെ ഒരു സെൻട്രൽ കൺട്രോളിംഗ് അതോറിറ്റി ഒന്നുമില്ല. ഒരു ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷനകത്ത് സെർവറാണ് അവിടുത്തെ കൺട്രോളിംഗ് അതോറിറ്റി. സെർവറിൻ്റെ മോണിറ്ററിങ്ങിലായിരിക്കും ബാക്കിയുള്ള എല്ലാ ഡിവൈസസും വർക്ക് ചെയ്യുന്നത്. അതേസമയം പിയർ ടു പിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈസസ് എൻഡ് ടു എൻഡ് കണക്റ്റഡ് ആണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മൾ യൂഷ്വലി ഒരു വലിയ ഹ്യൂജ് നെറ്റ്വർക്കിൽ ഒരു പിയർ ടു പിയർ കണക്ടിവിറ്റി വരുവാണെങ്കിൽ അവിടെ നമുക്ക് ഡേറ്റ ലോസും സെക്യൂരിറ്റി പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദ സെൻട്രൽ കൺട്രോളിംഗ് അതോറിറ്റി, ലാക്ക് ഓഫ് സെൻട്രൽ കൺട്രോളിംഗ് അതോറിറ്റി. അപ്പോൾ പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ സ്മോൾ എൻവയോൺമെൻറ്റ്സ് ലൈക്ക് ഹോം, സ്മോൾ ഓഫീസസ് ആൻഡ് ടെമ്പററി സെറ്റപ്സ് വെയർ ഫ്യൂ കമ്പ്യൂട്ടേഴ്സ് ഷെയർ റിസോഴ്സസ് വിത്തൗട്ട് എ സെൻട്രൽ സെർവർ. ഓക്കെ, അതായിരിക്കും ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇലസ്ട്രേറ്റ് സൈൻഡ് അൺസൈൻഡ് നമ്പർ റെപ്രസെൻറ്റേഷൻ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൈൻഡ് എന്താണെന്നും അൺസൈൻഡ് എന്താണെന്നും. കോഡ് ദ ലിനക്സ് കമാൻഡ്സ് ഫോർ ദ ഫോളോയിങ് ഓപ്പറേഷൻസ്. ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീൻസ് കമാൻഡ് എന്താണ്? മേക്ക് ഡയറക്ടറി, MKDIR, അല്ലേ? MKDIR ഫോളോഡ് ബൈ ഡയറക്ടറിയുടെ നെയിം കൊടുക്കണം. ഓക്കെ, എപ്പോഴും അല്ലെങ്കിൽ ഡയറക്ടറി നെയിം എന്ന് ഡയറക്ടറി എഴുതിയാലും കുഴപ്പമില്ല. നമ്മൾ ശരിക്കും ഒരു ജാവ നിങ്ങൾ ഇനി പഠിക്കുമ്പോഴും മനസ്സിലാക്കും. ഒരു ലോങ് നെയിം കൊടുക്കുമ്പോഴേക്കും നമ്മൾ അതിനകത്തുള്ള വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അണ്ടർസ്കോർ കൊടുക്കും, അല്ലേ? ഡയറക്ടറി അണ്ടർസ്കോർ നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുക. ഒരു ഡയറക്ടറിക്കകത്തുള്ള ഫോൾഡേഴ്സിനെയോ ഫയൽസിനെയോ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? LS യൂസ് ചെയ്യും. ഓക്കെ, LS മീൻസ് ലിസ്റ്റ് ഔട്ട്. ദെൻ കോപ്പി ദ കണ്ടൻറ്റ് ഓഫ് എ ടെക്സ്റ്റ് ഫയൽ. അപ്പോൾ നമ്മൾ കോപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താണ്? CP യൂസ് ചെയ്യും. ഇനി അടുത്ത് CP അതിനുശേഷം എന്ത് കൊടുക്കുക? സോഴ്സ് കൊടുക്കുക, ഡെസ്റ്റിനേഷൻ കൊടുക്കുക. എവിടെ നിന്ന് എങ്ങോട്ടേക്ക്? അപ്പോൾ ആദ്യമേ നമ്മൾ കോപ്പി ചെയ്യേണ്ട എവിടെ നിന്നാണ്? S എന്നുള്ളൊരു S.txt ആണ് നമ്മുടെ S.txt ആണ്. CP S.txt തെറ്റിക്കരുത്. ഒരു ടെക്സ്റ്റ് ഫയൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കണം? .txt. ഒരു ഡോക്യുമെൻ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുമായിരുന്നു? .doc കൊടുക്കുമായിരുന്നു. ഇവിടെ സോഴ്സ് കൊടുക്കുക, ദെൻ ഡെസ്റ്റിനേഷൻ D.txt. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് ഫയലാണ് കോപ്പി ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കും? നമ്മൾ സോഴ്സ് ഫയലിനെ S എന്ന് എഴുതി S.doc. ഓക്കെ, ഡെസ്റ്റിനേഷന് D.doc എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ എന്താണ്? കോപ്പി, CP. അപ്പോൾ ഇങ്ങനത്തുള്ള കമാൻഡ്സ് പഠിക്കണം. അപ്പോൾ നമ്മൾ 3 എണ്ണം കഴിഞ്ഞു. ഇനി ഒരു 5 എണ്ണം കൂടെ പഠിക്കുകയാണെങ്കിൽ SIക്കും ഷോർട്ട് ക്വസ്റ്റിനും വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് എല്ലാം അവിടെ സെറ്റ് ആവും. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ഹൗ ഡു പാക്കറ്റ്സ് ഹെൽപ്പ് ഇൻ സെൻഡിങ് മെസ്സേജ് എഫിഷ്യൻ്റ്ലി. അതായത് പാക്കറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് മെസ്സേജ് ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം പാക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ പീസസ് ഓഫ് ഡേറ്റ. നമ്മുടെ ആക്ച്വൽ മെസ്സേജിനെ നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പാക്കറ്റ് ഫോമിലാക്കി അതിനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദേ ആർ സ്മോൾ പീസസ് ഓഫ് ഡേറ്റ ഇൻറ്റു വിച്ച് എ ലാർജ് മെസ്സേജ് ഈസ് ഡിവൈഡഡ് ബിഫോർ ട്രാൻസ്മിഷൻ. അപ്പോൾ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മെസ്സേജിനെ ഇങ്ങനെ സെഗ്മെൻറ്റ്സ് ആയിട്ട്, ചങ്ക്സ് എന്നാണ് വിളിക്കുന്നത്, കുറേ കഷ്ണങ്ങളാക്കി നമ്മൾ പാക്കറ്റ് ഫോമിലാക്കി ആ പാക്കറ്റ് ആയിരിക്കും നമ്മൾ 1 by 1 ആയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡേറ്റയെ നമ്മൾ സ്മോൾ പോർഷൻസ് ആക്കി മാറ്റുന്നതുകൊണ്ട് നമ്മുടെ ട്രാൻസ്മിഷൻ്റെ സ്പീഡ് കൂടും. പിന്നെ ഏതെങ്കിലും ഒരു പാക്കറ്റ് പ്രശ്നമാവുകയാണെങ്കിൽ ആ പാക്കറ്റ് മാത്രം ടേക്ക് കെയർ ചെയ്താൽ മതി. എൻ്റെ മെസ്സേജിനെ നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു ബെറ്റർ പാത്ത്, ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് നമുക്ക് ബെറ്റർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പാക്കറ്റ്സ് ക്യാൻ ടേക്ക് ഡിഫറെൻറ്റ് പാത്സ് ടു റീച്ച് ദ
ഡെസ്റ്റിനേഷൻ. അടുത്ത നെറ്റ്വർക്ക് യൂട്ടിലൈസേഷൻ, അതായത് മൾട്ടിപ്പിൾ പാക്കറ്റ്സിന് ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെസ്സേജിൻ്റെ പല പല പോർഷൻസ് ഒറ്റയടിക്ക് പോവുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കൂട്ടുക. മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം ടൈമിൽ മാക്സിമം മെസ്സേജസിനെ സെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മുടെ ഡേറ്റ പാക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു സിംഗിൾ മെസ്സേജ്, ഒരു വലിയ ഹ്യൂജ് മെസ്സേജ് ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുന്നതിന് പരമായിട്ട് അതിനെ നമ്മൾ മുറിച്ച് പല പല കഷ്ണങ്ങളാക്കി നമ്മളൊരു പാത്തിൽ കൂടെ സെൻഡ് ചെയ്യുവാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ബെറ്റർ വേ ഓഫ് ട്രാൻസ്മിഷൻ ആയിരിക്കും അല്ലേ. അപ്പം ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ഒരു പാക്കറ്റ് ഫോമിൽ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമുക്ക് ഫാസ്റ്റായിട്ട് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും, പിന്നെ നെറ്റ്വർക്കിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്കിൽ കൂടെ നമുക്ക് മാക്സിമം ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത വേറൊരു കോണ്ടെക്സ്റ്റ് തരുവാണേ. കൺസിഡർ എ മൾട്ടി ഓഫീസ് കമ്പനി വിത്ത് ഈച്ച് ഓഫീസ് സൈറ്റ് വിത്തിൻ ദ സിറ്റി. അപ്പോൾ ഒരു കമ്പനിക്ക് ഡിഫറെൻറ്റ് ഓഫീസസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ ഓഫീസും ഒരു സിറ്റിക്കകത്താണ് ഉള്ളതെന്ന് പറഞ്ഞു. ദെൻ ദ ഓഫീസസ് ആർ equipped with a network of computers. Explain the possible type of networks involved in the communication between the computers of the company. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിത്തിൻ എ സിറ്റിയിൽ ഉള്ള ഡേറ്റയെ നമുക്കൊരു ലാനോ അല്ലെങ്കിൽ ഒരു സിറ്റിക്കകത്തുള്ള ഡിവൈസിനെ എല്ലാം നമുക്കൊരു ലാൻ വെച്ച് കണക്ട് ചെയ്യാം. ഇനി ഡിഫറെൻറ്റ് സിറ്റീസ് വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, അതിനെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ഓഫീസിനകത്തുള്ള ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ലാൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സിറ്റീസിലുള്ള ആ സെയിം കമ്പനിയുടെ ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. സോ ദീസ് നെറ്റ്വർക്ക്സ് LAN and MAN together will enable the communication between the computers across the locations. ഓക്കെ, അപ്പം ഒരു ഓഫീസിനകത്തുള്ള നമ്മുടെ സിസ്റ്റം, ഒരു കമ്പനിക്ക് പല പല സിറ്റീസിൽ ഓഫീസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഒരു സിംഗിൾ ബിൽഡിങ്ങിലുള്ള നെറ്റ്വർക്കിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യണം. ഇനി ആ ഒരു ബിൽഡിങ്ങിലുള്ള ഡിവൈസസിനെ നമുക്ക് വേറൊരു സിറ്റിയിലുള്ള ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യണം. സോ LAN and MAN together will work there and that will help them to communicate within a സിറ്റി അല്ലേ. അപ്പോൾ അതാണ് ഈ രണ്ട് നെറ്റ്വർക്ക് സ്ട്രാറ്റജീസിനെ പറ്റി പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ലോഡും സ്റ്റോറും ഒക്കെ. കാര്യം നമ്മൾ ഓൾറെഡി ഇത് ക്ലാസ്സിൽ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസിൻ്റെ എക്സിക്യൂഷൻ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. സൈൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂനെ അല്ലെങ്കിൽ ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ രണ്ട് കൺസ്ട്രൈൻസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയുള്ളത്, ഒരു ഡേറ്റയുടെ സൈനും കാണും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കാണും. സോ സൈൻ പ്ലസ് മാഗ്നിറ്റ്യൂഡാണ് സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി സൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സൈൻ 0 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ദ ഗിവൺ നമ്പർ ഇസ് പോസിറ്റീവ്. നമ്മുടെ ഗിവൺ നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും MSB എന്ന് പറഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ്. ഇത് റൈറ്റിൽ വരുന്നതാണ് LSB, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലേ. ഇത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ MSB എപ്പോഴും എന്തായിരിക്കും, 0 ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഗിവൺ നമ്പർ പോസിറ്റീവാണ്. ഇനി MSB 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, ഗിവൺ നമ്പർ നെഗറ്റീവാണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ആക്ച്വൽ വാല്യൂസ് ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു +5ഉം ഒരു -5ഉം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും യൂസ് ചെയ്യുന്നത് 2's കോംപ്ലിമെൻ്റ് ആട്ടോ. 2's കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ, 2'സും 1'സും കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് നമ്പേഴ്സിന്. ഇനി 1's കോംപ്ലിമെൻ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ നമ്പറിലും ശരിക്കും 1'സും 2'സും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ ബൈനറി ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ആണ് 1'സും 2'സും കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1's കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിറ്റ് പാറ്റേൺ തന്നാലും അതിൻ്റെ 1's കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓൾറെഡി ഉള്ള ബിറ്റ്സിനെ ഫ്ലിപ്പ് ചെയ്യുക. ഇപ്പം 0 വരുന്നത് എന്തായി മാറും, 1 ആയി മാറും. 1 ആയിരുന്നത് എന്തായി മാറും, 0 ആയി മാറും. ഇവിടെ 0 ആയിരുന്നത് എന്തായി മാറും, 1 ആയി മാറും. 1 ആയിരുന്നത് എന്തായി മാറും, 0 ആയി മാറും. ഇവിടെ 0 ആയിരുന്നത് എന്തായി മാറും, 1 ആയി മാറും. സോ ദാറ്റ് ഈസ് ദ 1's കോംപ്ലിമെൻറ്റ് ഓഫ് ദ ഗിവൺ ബിറ്റ് പാറ്റേൺ. ഇനി 2's കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നത് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നമ്പേഴ്സിനകത്ത് നെഗറ്റീവ് നമ്പേഴ്സിനെയാണ് നമ്മൾ മെയിൻലി എന്ത് ഫോക്കസ് ചെയ്യുന്നത്, 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് നമ്പറിനെ നമ്മൾ നോർമൽ ബൈനറി ആയിട്ടും നെഗറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ 2's കോംപ്ലിമെൻറ്റ് വേയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പം സാധാരണ ഒരു പ്രൊസീജിയർ ഉണ്ട് 2's കോംപ്ലിമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നമ്പർ തന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി പാറ്റേൺ റെപ്രസെൻറ്റ് ചെയ്യണം. അതിനുശേഷം ആ നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ 1's കോംപ്ലിമെൻറ്റിലേക്ക് നമ്മൾ 1 ആഡ് ചെയ്യണം. ഫോർ ആൻ എക്സാമ്പിൾ, 5 ആണെങ്കിൽ +5 ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം +5ൻ്റെ ഒരു 8 ബിറ്റ് ഫോമാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അതിൻ്റെ കറസ്പോണ്ടിങ് 8 ബിറ്റ് നോക്കിക്കേ, 4 4 8 ബിറ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ 8 ബിറ്റിനകത്ത് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് മോസ്റ്റ് MSB എന്തായിരിക്കും, ഇവിടെ 0 ആണ്. ഈ 0 അത് മീൻ ചെയ്യുന്നത് എന്താണ്, ദ ഗിവൺ നമ്പർസ് എന്താണ്, പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നെഗറ്റീവ് 5 എന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യണം, -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താക്കി മാറ്റണം, അതിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള -5 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗിവൺ നമ്പറിൻ്റെ ബൈനറി പാറ്റേൺ എഴുതി അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, ഈ 5 0യെ നമ്മൾ 1's ആക്കി മാറ്റി. ഇവിടെ 1 ഉണ്ടായിരുന്നു, അത് 0 ആയി. കണ്ടോ, എല്ലാം എന്ത് ചെയ്തു, ഫ്ലിപ്പ് ചെയ്തു.
ഓക്കെ 1 0 ആയി, ദെൻ 0 ഇവിടെ 1 ആയി, ഇവിടെ 1 എന്തായി 0 ആയി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും 1 ആഡ് ചെയ്യും. 5 0 1 0 അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യും 1 ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 1 0 5 ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ. എപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ നമ്പർ തന്നിട്ട് അതിൻ്റെ +5ഉം -5 എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ +5 എന്ന് പറഞ്ഞാൽ നമ്പർ അങ്ങനെ തന്നെ എഴുതുക, -5 എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ നമ്പറിന് നെഗറ്റീവ് വാല്യൂ ആവും. ഓക്കെ, ദെൻ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. സൈൻഡ് എക്സ്പ്ലെയിൻ ഹൗ സൈൻഡ് നമ്പേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് സൈൻഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൈനിന് അതിൻ്റെ സൈന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. സോ +5 എന്ന് തന്നെ എഴുതണം, -5 എന്ന് തന്നെ എഴുതണം. ഇനി സൈൻഡ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് 1s കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം, 2s കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം. ഇനി സൈൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, 1s കോംപ്ലിമെൻറ്റ് എന്താണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, 2s കോംപ്ലിമെൻറ്റ് എന്താണ് നമ്മൾ സെപ്പറേറ്റ്ലി പറഞ്ഞു. അപ്പോൾ അത് എക്സ് ആയിട്ട് ചോദിക്കുമ്പോൾ അത് എസ് അങ്ങനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാം. ദെൻ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചറാണ് ISA എന്ന് പറയുന്നത്. ദെൻ റിസ്ക്കും സിസ്ക്കും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പം ശരിക്കും ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതും അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സ് എന്താണെന്നും അതിനകത്ത് യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് എന്താണെന്നും അതിനകത്തുള്ള അഡ്രസ്സിംഗ് മോഡ്സ് എന്താണെന്നും ഒക്കെ നമ്മൾ പറയണം. അതേപോലെ തന്നെ എന്ത് ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യേണ്ടത്, അല്ല എന്ത് ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എവിടുന്നാണ് നമുക്ക് ഡേറ്റ കിട്ടുന്നത്, അതേപോലെ തന്നെ നമ്മുടെ റിസൾട്ട് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ത് വഴിയാണ്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചേഴ്സ് ത്രൂ ആണ്. IS ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ റിസ്ക്കും സിസ്ക്കും നമ്മളുടെ കമ്പാരിസൺ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് നോട്ട്സ് റെഫർ ചെയ്യാം. പിന്നെ ക്യാരക്ടർ എൻകോഡിംഗ് സ്കീമിനകത്ത് ASCII ആണോ യൂണിക്കോഡ് ആണോ ബെറ്റർ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിൾ വിത്ത് ആൻ എക്സാമ്പിൾ. ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ഉണ്ട് കേട്ടോ. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, ഇതാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സൈക്കിളിനകത്ത് വരുന്നത്. മെയിൻ കമ്പണൻസ് ഓഫ് CPU എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ ടൈപ്സ് വിത്ത് എക്സാമ്പിൾ. ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതായത് ലോഡ്, സ്റ്റോർ, അതൊക്കെ. അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, കൺട്രോൾ ഓവർ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതെന്താ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ചെയ്ത് പഠിച്ചതാണ്, അത് ഓരോന്നും വായിച്ചിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ,